ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചേക്കുന്നത് FIRE. എന്ത് ചെയ്യണം? യെസ്, എമർജൻസിയെ തിരിച്ചറിയണം. അതിനുള്ള കഴിവുണ്ടാകണം. ഹസാർഡസ് ഡ്രൈവർക്ക് ഏറ്റവും ആദ്യം വേണ്ട കഴിവാണ് ഒരു എമർജൻസി ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് തനിയെ തന്നെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടാകണം. എങ്ങനെ കഴിവുണ്ടാവും? ട്രെയിനിങ് അല്ലേ? ഇവിടുന്ന് ട്രെയിനിങ് കിട്ടും. അത് കഴിഞ്ഞ് കമ്പനിക്കുള്ളിൽ ജോലി കയറുന്നതിന് 1-2 ദിവസം ട്രെയിനിങ് തരും. ഇടയ്ക്കിടയ്ക്ക് കമ്പനി മോക്ക് ഡ്രിൽ നടത്തും. മോക്ക് ഡ്രിൽ അല്ലെങ്കിൽ ഒരു ഡ്രിൽ. നമ്മുടെ രാജ്യത്ത് 2-3 മാസം ഒരു മോക്ക് ഡ്രിൽ ഉണ്ടായിരുന്നു അല്ലേ? എന്താ സംഭവം? പാകിസ്ഥാനുമായി യുദ്ധം വരുന്നു. ഓരോ ഭാരതീയനും എന്ത് ചെയ്യണം? ചുമ്മാ കൈ കെട്ടിരുന്നാൽ മതിയോ? ഇല്ല. നമ്മൾ കൊറിയയിലൊക്കെ ജനിക്കാൻ ഭാഗ്യം. കൊറിയ ജനിച്ചതിന് എന്ത് ചെയ്യണമായിരുന്നു? 10ാം ക്ലാസ്സിന് മുമ്പ് ഓരോ വർഷവും ഓരോ കുട്ടിയും 1 മാസത്തെ മിലിറ്ററി ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം. നോർത്ത് കൊറിയ, സൗത്ത് കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ കുഞ്ഞുങ്ങൾ മിലിറ്ററി പട്ടാളത്തിന് ട്രെയിനിങ് പോയില്ലെങ്കിൽ അപ്പനും അമ്മനെ പിടിച്ച് ജയിലിലിടും. നിയമമാണ്. നമ്മുടെ രാജ്യത്തോ ഒരു ട്രെയിനിങ് പോകണ്ട, ചുമ്മാ കൈ വീശി നടക്കാം അല്ലേ? നമ്മൾ വളരെ ഭാഗ്യവാന്മാരാണ്. പക്ഷെ ഒരു മോക്കൽ നടത്തിയിട്ട് നിങ്ങളോട് പറയുന്നു, നമ്മുടെ രാജ്യത്തിന് സുരക്ഷ നേരിടാൻ പോകുന്നു, പാകിസ്ഥാനുമായി യുദ്ധം വരുന്നു, നിങ്ങൾ ഓരോരുത്തരും എങ്ങനെ പെരുമാറണം എന്ന് പറഞ്ഞ പോലെ കമ്പനിക്കകത്ത് ഒരു വ്യവസായ തൊഴിലാളി എന്ന നിലയ്ക്ക് നിങ്ങൾ കമ്പനിക്കകത്ത് വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ കമ്പനിയുടെ സുരക്ഷിതത്വം, അവിടെയുള്ള ജനങ്ങളുടെ സുരക്ഷിതത്വം നിങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ഓരോരുത്തരും ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിക്കാനും എമർജൻസി കൈകാര്യം ചെയ്യാനും തയ്യാറായിരിക്കണം. അപ്പോൾ എമർജൻസി അലാം കേൾക്കുന്നു, നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? എമർജൻസി തിരിച്ചറിയുന്നു. നമ്മൾ എന്ത് ചെയ്യും? ഉടനെ എമർജൻസി തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യണേ? അടുത്ത പണിയല്ല, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കാം. അറിയിക്കുന്നതിന് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് എന്ത് ചെയ്യാം? സെക്യൂരിറ്റിയോട് പറയാം അല്ലേ? അല്ലെങ്കിൽ റേഡിയോയിൽ വിളിക്കുക, അല്ലെങ്കിൽ വാക്കി ടോക്കി, അല്ലെങ്കിൽ പ്രസ് ആൻഡ് ടോക്ക്. പ്രസ് ആൻഡ് ടോക്ക് എന്ന് വെച്ചാൽ എന്താ അറിയാമോ? മെട്രോയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ എന്തെങ്കിലും എമർജൻസി സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ ഒരു ചെറിയ ബട്ടൺ വെച്ചേക്കാണ്. അതിൻ്റെ അടുത്ത് പോയി നിങ്ങൾക്ക് നിങ്ങളെ ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് കാര്യം പറഞ്ഞാൽ മതി. ഞാൻ മെട്രോയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പ്രഗ്നന്റ് ലേഡി, ഒരു ഗർഭിണിയായ ഒരു ലേഡി ഉണ്ടായിരുന്നു. പുള്ളിക്കാലത്ത് ഈ പാട് വയറുവേദന വന്നു. പുള്ളിക്കാലത്ത് നേരെ എഴുന്നേറ്റ് പോയി നിന്നിട്ട് വേറെ ആൾക്കാരോട് പറഞ്ഞു. പക്ഷേ എന്നാലും പുള്ളിക്കാലത്ത് തന്നെ വഴി പ്രസ് ചെയ്ത് പറഞ്ഞു എനിക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം. കടവന്ത്രയിൽ പുള്ളി കൈകാര്യം ചെയ്യുമ്പോഴത്തേനും വീൽ ചെയറും സംഭവം എല്ലാം റെഡിയായിരുന്നു. മനസ്സിലായില്ലേ? അതാണ് എമർജൻസി സർവീസ്. കൃത്യമായിട്ടും കമ്പനിക്കകത്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അപ്പോൾ